നമ്മുടെ ഭക്ഷ്യശീലങ്ങളിൽ കൂടുതൽ നമ്മൾ ഫോർ എക്സാമ്പിൾ പുട്ടും കടലയും എടുക്കുകയാണെങ്കിൽ പുട്ടിനാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്, കടലയ്ക്ക് പ്രാമുഖ്യം കുറയുകയും ചെയ്യും. ആ പ്രൊപ്പോർഷൻ മാറ്റി കടലയും പുട്ടും ആക്കണം, കൂടുതൽ കടലയും പുട്ട് കുറച്ചിട്ടും ആക്കണം. അപ്പോൾ അതിനകത്ത് അപ്പം അതുപോലെ എല്ലാ നമ്മൾ ഉച്ചക്കത്തെ നമ്മൾ സാധാരണ ഈ 2 പ്രാവശ്യം ചോറ് കഴിക്കുന്ന ടീമുകളാണ് കൂടുതലുള്ളത്. ഇപ്പോഴാണ് അത് കുറഞ്ഞു വരുന്നത്, ഒരു നേരമാക്കിയിട്ടുള്ളത്. ഈ ചോറെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ്. അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ അതേപോലെ കയറിപ്പോയി നമ്മൾ ഈ പറഞ്ഞ കണക്ക് ട്രങ്കൽ ഒബീസിറ്റിയും ലിവറിനകത്ത് ഫാറ്റി ലിവറും ഒക്കെ ആയിട്ട് അടിഞ്ഞ് ഇതെല്ലാം ഈ കാർബോഹൈഡ്രേറ്റായിട്ട് അല്ല സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗങ്ങളുണ്ട്. നമ്മൾ തലച്ചോറിൻ്റെ പ്രവർത്തിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മാത്രം കൊണ്ടിട്ടാണ്. അവിടെ പ്രോട്ടീനോ കാര്യങ്ങളൊന്നും ഇല്ല, കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം പ്രവർത്തിക്കും കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. ഇനി നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ല തന്നെ നിയോഗ്ലൂക്കോജനസിസ് എന്ന് പറയുന്ന മെക്കാനിസം ഉണ്ട് ലിവറിനകത്ത്. അതായത് നമുക്ക് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ പോലും അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കണമെന്ന് നിർബന്ധമില്ല.